ഓം നമോ ഭഗവതേ വാസുദേവായ നാഗേന്ദ്രകാരായ ത്രിലോചനായ ഭസ്മാങ്കരാകായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. ഹരേ, ഞങ്ങളെയൊക്കെ നീ മുന്നം ഗുണദോഷികളാക്കി ചമച്ചിടിനാൻ. സാമ്പ്രതം വല്ലേരെയും അടുത്തിങ്ങു കണ്ടാലുടൻ എല്ലാരെയും കടിക്കെന്നുള്ളതിന്നു ഞാൻ വല്ലവേന്ദ്രാത്മജ ചെയ്തതിതൂപത വല്ലായ്മ കല്യാണവാരിതേ. ഗോപതേ, എല്ലാറ്റിനും മൂലമായുള്ള നീ ഇവയെല്ലാം അറിഞ്ഞങ്ങ് അനുഗ്രഹമെങ്കിലും നിഗ്രഹമെങ്കിലും ഒത്തതു ചെയ്യോരു വ്യഗ്രമില്ലെന്നു വർണ്ണിച്ചവൻ ചൊന്നതും ഭക്ത്യാതെളിവോടു കേട്ടു നാരായണൻ മുക്കാമ്പഴിഞ്ഞുടൻ മന്ദഹാസാന്യത്വം സൽക്കാരമാനം കടാക്ഷിച്ചുണർവേഴും വിക്തസ്വരത്തോടുമിത്തം അരുൾ ചെയ്തു. ദുഃഖിക്ക വേണ്ട പുനരിനി നിന്നുടെ ഭക്തി കണ്ടേറ്റം പ്രസാദിച്ചിരുന്നു ഞാൻ. മൽപ്രിയം ചെയ്തവർക്കില്ലോരു സങ്കടം, ഇപ്പോൾ എനിക്കിനിയൊന്നും വേണം ഭവാന്. പുത്രധാരാദികളോടൊരുമിച്ചു പോയി പൂക്കുകൊള്ളണം രമണകദീപത്തെ നിത്യം സുഖത്തോടെ അവിടെ ഇരിക്ക നീ. ഈ സ്ഥലത്തെങ്കൽ നിന്നങ്ങു പോകേണമേ, മുഖ്യമാമർക്കജ തന്നിലേ നീരിതെന്ന് എല്ലാവർക്കും സുഖമായി അനുഭവിക്കാകണം. ഇത്തം ഭവാൻ അരുൾ ചെയ്തതു കേട്ടു ചിത്താകുലതയായി വന്നിച്ചു കാളിയൻ. കൃഷ്ണനാമുണ്ണി തന്നോടു ചൊല്ലിടിനാൻ, വിഷ്ണു മുരാരേ ഹരേ ജഗമംഗല. നീ അരുൾ ചെയ്തതു കേൾപ്പൻ അൻപോടു ഞാൻ ദോയജാക്ഷാദണ്ഡമുണ്ടതിനൊന്നു കേൾ. പോയാലൊരിടത്തിരുന്നുകൂടാ വൈനതേയൻ പിടിച്ചു ഭക്ഷിക്കും അവനോടും. പാരം പിഴച്ചു പോന്നിങ്ങിരുന്നിടിനെ ഏറെ നാളുണ്ടിവിടെ സദാമേവുന്ന കാരുണ്യഭാരിതേ സൗപരിയാകിയ ഘോരതപോനിധി വണ്ടു ശപിക്കയാൽ നേരെ അടുത്തിങ്ങു വന്നിടുകയില്ല. വൈരിയായുള്ള കഹേശ്വരനാം അവൻ വാരിരുഹാസഗാനന്ദന തന്നിലിന്നീരിലിവിടെ കിടന്നുകൊണ്ടിടിനേ. ഏവം തൊഴുതു കരഞ്ഞു പറഞ്ഞോരു പാപകമിത്രാശനോടു മാധവൻ ചാരുസ്മിത അമൃതം തൂകി കനിവോടും ചാരത്തു നിന്നരുൾ ചെയ്താനിധി സ്മൃതം. എന്നുടെ പാദങ്ങൾ കൊണ്ടണിഞ്ഞിടിന ധന്യചിഹ്നങ്ങളോടും മരുവും തഥാ സന്നിധവുമേവുന്ന ബന്ധുജനത്തെയും വന്നിനി തീണ്ടുകയില്ല ഗഹേശ്വരൻ. ചെന്നവൻ തന്നെ അൻപോടു കണ്ടാലും എന്നങ്ങവൻ തന്നെ അനുഗ്രഹിച്ചിടിനാൻ. സമ്മോദമോടതു സമ്മതിച്ചേ വരും. ജിഹ്മകാജാതികൾ ഒന്നിച്ചു ചിന്തിച്ചു കൽപ്പിച്ചു
നാഗരത്നങ്ങൾ കൊണ്ടെത്രയും ശില്പമായി നിർമ്മിച്ചിരിക്കുന്ന കാഞ്ചനമണ്ഡനാദൈ ദൈത്യാരലങ്കൃത്യ മുകുന്ദനാം ഉണ്ണിയെ കൂപ്പിത്തൊഴുതു വലം വെച്ചു നിന്നു തൊഴുതു നമസ്കരിച്ചഞ്ചസ തന്നെ മസ്തകത്തിന്മേലെടുത്തുടൻ പുണ്യനദീ തീരമങ്ങു ചേർത്തിടിനാൻ. പുണ്യപുരുഷൻ അനുജ്ഞയും നൽകിനാൻ. പോയാലുമെങ്കിലിനിയെന്നു യാത്രയും ആയർക്കോൻ പുത്രൻ അയച്ചോരനന്തരം കായാമലർനിറം തൂകി വിളങ്ങിന മായാമയൻ വരനാരോമെൽ ഉണ്ണിയെ ധ്യാനിച്ചുറപ്പിച്ചു കണ്ടൻപേഴും നാനാ സുഹൃജ്ജനത്തോടും പുറപ്പെട്ടു ചെന്നു രമണകദീപം പ്രവേശിച്ചു വന്നകേന്ദ്രൻ വസിച്ചിടിനാ.